Hi friends, welcome to my channel. I am Shefita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അക്കൗണ്ടിംഗ് ഹെഡുകളെ ക്രിയേറ്റ് ചെയ്യണം. ഈ അക്കൗണ്ടിംഗ് ഹെഡുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്നത്. ടാലി ERP9 എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ടാലി പ്രൈമിലും വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ സ്റ്റെപ്പുകളിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള ഈ ഒരു മെനുവില് നമുക്ക് ടാലി ERP9 മാസ്റ്റേഴ്സിൽ അക്കൗണ്ട്സ് ഇൻഫോ, ഇൻവെന്ററി ഇൻഫോ എന്നീ രണ്ട് മെനുകളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ടാലി പ്രൈമിലാണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ്, ആൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് കാണുന്നത്. അതായത് നമുക്ക് പ്രൈമിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിന് ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ കാണാൻ സാധിക്കും അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ്, ഇൻവെന്ററി മാസ്റ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ്. അതിൽ ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ എടുക്കുന്നത് അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിലാണ്. ഗ്രൂപ്പ്, ലെഡ്ജർ, കറൻസി, വൗച്ചർ ടൈപ്പ്. അപ്പൊ നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിൽ ലെഡ്ജർ സെലക്ട് ചെയ്യാം. ലെഡ്ജറിന്റെ പേര് എന്താണോ പേര് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ടാലി ERP9 കൊടുത്ത് അതുപോലെ തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. നെയിം ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളെങ്കിൽ നെയിമിന്റെ അവിടെ ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഗ്രൂപ്പ് ആണ്, അണ്ടർ ആണ് ചോദിക്കുന്നത്. ഇവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ എന്നുള്ള അക്കൗണ്ടിന്റെ ഗ്രൂപ്പ് ഏതാണോ ഗ്രൂപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്, സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അതിന്റെ നെയിം ചോദിക്കുന്നുണ്ട്, അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൺട്രി, പിൻകോഡ്, പ്രൊവൈഡ് ബാങ്ക് ഡീറ്റെയിൽസ്, GST IN നമ്പർ. നെക്സ്റ്റ് താഴെ നമ്മളോട് ഓപ്പണിംഗ് ബാലൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് എത്രയാണോ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കാനുള്ളത് എമൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ക്രെഡിറ്റ് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള അക്കൗണ്ടിന്റെ ബാലൻസ് എന്തായാലും ക്രെഡിറ്റ് ആയിട്ടാണ് വരിക. എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാലി പ്രൈമിൽ ഓരോ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു അക്കൗണ്ടും കൂടി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫർണിച്ചർ അക്കൗണ്ട് ആണ്. ഫർണിച്ചറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫർണിച്ചറിന്റെ ഗ്രൂപ്പ് വരുന്നത് ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പൊ ഇതിന് ഫിക്സ്ഡ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യാം. ഇതിൽ GSTയുടെ ഫീച്ചർ എല്ലാം നമ്മൾ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ GST അപ്ലിക്കബിൾ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആണ് കൊടുക്കുന്നത്, എൻ്റർ ചെയ്യാം. ദെൻ ലാസ്റ്റ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടുകളിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലോ അല്ല എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ നമുക്ക് വേണ്ടത് എസ്കേപ്പ് അടിച്ചതിന് ശേഷം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ആൾട്ടർ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. ക്രിയേറ്റിൽ വന്നാൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിനുള്ള ഓപ്ഷൻ ആണ് ആൾട്ടർ. ആൾട്ടർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ലെഡ്ജർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിലുണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് അക്കൗണ്ടുകൾ അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്യാഷ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് ഓൾറെഡി ഇതിലുള്ള രണ്ട് അക്കൗണ്ടുകളാണ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് അക്കൗണ്ടുകളാണ് ക്യാഷും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താണോ ചേഞ്ച് ചെയ്യാനുള്ളത് അതിനനുസരിച്ച് ഗ്രൂപ്പ് മാറിയിട്ടാണ് കൊടുത്തതെങ്കിൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ എമൗണ്ട് മാറിയിട്ടാണ് കൊടുത്തതെങ്കിൽ എമൗണ്ട് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ Alt D ഒന്ന് കൊടുക്കുക. Alt+D കൊടുക്കുക. അപ്പൊ ഡിലീറ്റ് എന്ന് ചോദിക്കും, അതിൽ S കൊടുക്കുക. അപ്പൊ അക്കൗണ്ട് അവിടുന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ തന്നെ നമുക്കൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് എന്ന് മുകളിൽ കാണാം. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഞാനിപ്പോ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ബാങ്ക് എന്ന് പേര് കൊടുത്തു, എൻ്റർ ചെയ്യാം. അതിന്റെ ഗ്രൂപ്പ്, ബാങ്കിന്റെ എല്ലാം ഗ്രൂപ്പ് വരുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പൊ ഞാൻ അറിയാതെ ഗ്രൂപ്പ് ഒന്ന് മാറിക്കൊടുത്തു. ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഗ്രൂപ്പ് കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് ഞാൻ 1 lakh ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ ക്രെഡിറ്റിലാണ് എടുക്കുന്നത്. കാരണം ഗ്രൂപ്പ് എന്താണോ നമ്മൾ കൊടുക്കുന്നത് ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് ഇവിടെ ക്രെഡിറ്റും ഡെബിറ്റും വരുന്നത്. അപ്പൊ ബാങ്ക് എന്തായാലും അത് ഡെബിറ്റ് ആണ് വരിക. ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആണ് വരിക. പക്ഷെ ഇവിടെ ഗ്രൂപ്പ് മാറിയിട്ടാണ് കൊടുത്തത്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഇത് മിസ്റ്റേക്ക് ആണ്, നമ്മളിത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഇതിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എസ്കേപ്പ് കൊടുത്തിട്ട് ഇതിൽ ബാങ്ക് അക്കൗണ്ടിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എൻ്റർ ചെയ്ത് വരാം. ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ രണ്ടാമത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് മാറി കൊടുത്താലും ഇവിടെ ഒരിക്കലും മാറില്ല. അത് അങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്താണോ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ചിട്ടാണ് അവിടെ ക്രെഡിറ്റും ഡെബിറ്റും വരെ. രണ്ടാമത് നമ്മൾ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്ത് കൊടുത്താലും ഇവിടെ മാറില്ല. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയും കൂടെ മാറ്റി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ആ ഡിഫറൻസ് അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് ഡെബിറ്റ് ആക്കി മാറ്റണം. അപ്പോൾ ഡി എന്നുള്ളത് കൊടുത്താൽ മതി. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. എൻ്റർ ചെയ്ത് നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടുകളെ എന്ത് ചെയ്യുക, ആൾട്ടർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ബാങ്കിന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആൾട്ട് ഡി കൊടുക്കുക, ഡിലീറ്റില് എസ് കൊടുക്കുക. അപ്പൊ അത് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ആൾട്ടറിൽ വന്നിട്ടാണ്. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ആൾട്ടറിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ക്രിയേറ്റ് മാത്രമാണ് ചെയ്യാനുള്ളതെങ്കിൽ അതിന് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോ നമ്മൾ സിംഗിൾ ലെഡ്ജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒന്നിലധികം അക്കൗണ്ടുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ആയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനും. ഇപ്പൊ ടാലി ERP9 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്റ്റേഴ്സിൽ അക്കൗണ്ട്സ് ഇൻഫോ അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സിംഗിൾ ലെഡ്ജറും കാണാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലെഡ്ജറും കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് ഒന്നുമില്ല. ക്രിയേറ്റില് സിംഗിൾ ലെഡ്ജർ മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാം. ഇനി അഥവാ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ അതിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്യാം. അതിലുണ്ടായിരിക്കും ലെഡ്ജേഴ്സ്. അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സില് ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതായത് ഇവിടെ അസെറ്റ്സ് അതുപോലെ തന്നെ ലയബിലിറ്റീസ് എക്സ്പെൻസ് ഓരോന്നിന്റെ ഗ്രൂപ്പുകളാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഗ്രൂപ്പുകളാണ് ഈ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ലെഡ്ജറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജറുകൾ ഇവിടുന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ റൈറ്റ് സൈഡിൽ തന്നെ F5 ലെഡ്ജർ വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ ഇവിടെ കാണാം. ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഓൾറെഡി ഇതിലുള്ള അക്കൗണ്ടുകളാണ്. ഫർണിച്ചർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിവിടെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി മൾട്ടിപ്പിൾ ആയിട്ട് അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും റൈറ്റ് സൈഡിൽ മൾട്ടി മാസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ മൾട്ടി ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. മൾട്ടി ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് അണ്ടർ അത് ഗ്രൂപ്പാണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാ ഗ്രൂപ്പുകളിലുള്ള അക്കൗണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ ഓൾ ഐറ്റംസ് കൊടുക്കാം. ഇനി അല്ല ക്യാപിറ്റൽ എന്നുള്ള ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഏതാണ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എല്ലാ ഗ്രൂപ്പുകളിലും വരുന്ന അക്കൗണ്ടുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ ഐറ്റംസ് കൊടുത്താൽ മതി. എല്ലാ ഗ്രൂപ്പുകളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അല്ല ഒരു ഗ്രൂപ്പിലും തന്നെ നമുക്ക് ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഏതാണോ ആ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഗ്രൂപ്പിൽ വരുന്ന ഓരോ അക്കൗണ്ടുകളെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ഓൾ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റർ ചെയ്യാം. അതിൽ നെയിം ഓഫ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാങ്ക് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാങ്ക് എന്ന ലെഡ്ജറിന്റെ പേര് കൊടുത്തു. നെക്സ്റ്റ് ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെയും ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് ആണ് വരുന്നത് ഗ്രൂപ്പ്. ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുത്തു. നെക്സ്റ്റ് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എത്ര ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടോ 1 മുതൽ 10 അക്കൗണ്ടുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ 10 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒന്നിച്ചാണ് ഇത് സേവ് ചെയ്യാം. സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ അക്കൗണ്ടുകളും സിംഗിൾ ആയിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എത്രയാണോ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അത്രയും അക്കൗണ്ടുകൾ ഒന്നിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ആണിത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മളൊന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെ കൊടുത്തിട്ടുള്ള ഒറ്റ അക്കൗണ്ടുകളും സേവ് ആയിട്ട് വരില്ല. അപ്പൊ ഇങ്ങനെ
ഒരു ഇതുണ്ട് ഇതിൽ, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ട് അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം, അതിൽ ലെഡ്ജേഴ്സ് എടുക്കാം, എന്നിട്ട് മൾട്ടി മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുക, അതിൽ മൾട്ടി ക്രിയേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ലെഡ്ജർ അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ടാലി പ്രൈമിൽ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ടാലി പ്രൈമിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.